നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഏതായാലും കേരളം കാത്തിരുന്ന ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടെ ബാക്കിയുള്ളൂ. അത് നാളെ നടക്കാൻ പോവാണ് നിശബ്ദ പ്രചരണം പാലക്കാട്ട്. പക്ഷെ അത്ര നിശബ്ദമല്ല. അതാണ് അതിൻ്റെ പ്രാധാന്യം. സാധാരണഗതിയിൽ ഇന്ന് ഒരു വലിയ വാർത്തകളൊന്നും സംഭവിക്കാറില്ല. നിശബ്ദ പ്രചരണം എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ ഇറങ്ങി അവിടുത്തെ പൗരമുഖ്യന്മാരെ കാണുകയും അല്ലെങ്കിൽ അവർക്ക് വോട്ട് കുറയാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അത് വോട്ട് അതും കൂടെ തിരിച്ച് കിട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ സമുദായ നേതാക്കളെ കാണാൻ പറ്റുമോ എന്നുള്ള ഓട്ടത്തിലായിരിക്കും. പക്ഷെ ഇന്ന് അതൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായ പരസ്യം ഇന്ന് വന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ CPM നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. ഈ സരിൻ അടിസ്ഥാനപരമായി ഈ തരത്തിലേക്ക് തരം താഴുമെന്നുള്ളൊരു അല്ല, അത് മാത്രമല്ല, എനിക്ക് സംശയമുള്ളത് ഈ CPM അറിയാൻ സരണങ്ങാനം കൊടുത്ത പരസ്യമാണോ എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാര്യം CPM-മാരെ സംബന്ധിച്ച് അവൾ ഇത്തരം കാര്യം അവർ ഇലക്ഷൻ നടത്തി പരിചയമുള്ളവരാണ്. ഇത്തരം ഒരു അബദ്ധം അവർ കാണിക്കാൻ സാധ്യത കുറവാണ്. ഒരുപക്ഷെ ഈ സംഭവം അറിഞ്ഞിട്ടില്ലാത്ത പ്രേക്ഷകരാണെങ്കിൽ അടുത്തൊന്നുകൂടെ പറയാം. ഇന്ന് പി സരിൻ്റെ പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയ പി സരിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേരളത്തിലെ 2 പത്രങ്ങളിൽ, അതായത് സുപ്രഭാതത്തിലും അതുപോലെ സിറാജിലും രണ്ട് മുസ്ലിം മാനേജ്മെൻറ്റുമായി ചേർന്ന് നിൽക്കുന്ന 2 പത്രങ്ങളിൽ വന്ന ഒരു പരസ്യമാണ്. വലിയ പരസ്യമാണ്. അഡ്വർട്ടേറിയൽ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വാർത്തയുടെ രീതിയിലുള്ള പരസ്യം. പെട്ടെന്ന് അത് വാർത്തയാണെന്ന് തോന്നിക്കുന്ന സമയത്ത് ആ പത്രത്തിൽ വന്ന ഫ്രണ്ട് പേജിലുള്ള ഒരു പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ ലേഖനം പോലെ ഒരു വാർത്തയാണ്. പക്ഷെ അത് ആക്ച്വലി പരസ്യമാണ്. പരസ്യവും വാർത്തയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ തോന്നുന്ന തരത്തിലാണ് ഇത് വരുന്നത്. ഇത് എടുത്തു പറയേണ്ട കാര്യം, വന്ന പത്രങ്ങൾ ഏതൊക്കെ അവ കൃത്യമായി ദേശാഭിമാനിയിൽ കൊടുത്തില്ല. സ്വന്തം പത്രമുള്ളത് ദേശാഭിമാനിയുണ്ട്, ജനയുഗമുണ്ട്. ഇടതുപക്ഷം പ്രധാനപ്പെട്ട 2 അവര് അത് ഒഴിവാക്കിയിട്ടുണ്ടാവുക. അല്ല, അതാണ് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം. എന്തുകൊണ്ട് അതങ്ങനെ കൊടുത്തില്ല? ഒരു സ്വന്തം പത്രം ഉണ്ടല്ലോ. അതിന് പകരം ഒരു പക്ഷേ ഇതൊരു ദുരുദ്ദേശത്തോട് ചെയ്തത് തന്നെ ആവാനാണ് സാധ്യത. മാത്രമല്ല, ഇത്തരം ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ആത്മകഥാ ബോംബായിരുന്നെങ്കിൽ ആത്മകഥാ ബോംബ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് EP പ്രകാശ് ജാവദേക്കറെ കാണാൻ പോയ കാര്യം. അത് കഴിഞ്ഞ് ഇപ്രാവശ്യം ആത്മകഥാ ബോംബ് ഇറങ്ങി ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. ഇപ്പൊ നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ അടുത്ത ബോംബ് CPM. എന്നെ തന്നെ ഈ CPM മത്സരിക്കുകയാണ് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി. അല്ല, ഇത് വളരെ വിചിത്രമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ പണ്ട് കേരളത്തിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന CPM തന്നെയായിരുന്നു. കാരണം അവർക്കത് അറിയാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ഒരു പക്ഷേ ഇപ്പോൾ നമ്മളെ പല സുഹൃത്തുക്കളും സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ ഇതിൻ്റെ 2ാം നിര നേതാക്കന്മാരെ ഏൽപ്പിച്ചിരിക്കാം. അവർ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവരായിരിക്കും കൂടുതലും, മനുഷ്യബന്ധമില്ലാത്തവരായിരിക്കാം. അപ്പോൾ ഇത്തരം അബദ്ധങ്ങൾ ഒരു അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ പരസ്യം വന്നത് ഇതുകൂടെ പറയാം. ഇങ്ങനെ 2 പത്രങ്ങളിൽ നിന്ന് പരസ്യം വരുന്നു. അത് പി സരിന് വോട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു അഭ്യർത്ഥനയായിട്ടുള്ള ഒരു പരസ്യമാണ്. ഈ പരസ്യത്തിൽ പക്ഷേ സരിൻ്റെ പടങ്ങളും കാര്യങ്ങളും കുറവാണ്. ഇത് മുഴുവൻ സന്ദീപ് വാര്യരെ കുറിച്ചാണ്. ഒരു 1/4 ഭാഗത്ത് മാത്രം സരിന്റെ അപേക്ഷ, വോട്ട് ചെയ്യുന്ന അപേക്ഷ, ഞാൻ ജയിച്ചാൽ എന്താകും എന്നുള്ള കാര്യങ്ങൾക്കപ്പുറമായി ഒരു 3/4 ഭാഗവും വരുന്നത് സന്ദീപ് വാര്യർ എന്തായിരുന്നു BJP പാളയത്തിൽ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് എന്നാണ്. സാധാരണ ഇതിൽ നമുക്കൊരാളെ വിമർശിക്കാം, നിങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് മാറി, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എതിർക്കുന്ന വിമർശനാത്മകമാണ്. പക്ഷെ ഒരാൾ താൻ മാറി എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനപ്പുറത്തേക്ക് അയാളുടെ അടുത്തൊന്നും പറയാനില്ല. മാത്രമല്ല, ഈ ഇദ്ദേഹം മാറാൻ പോകുന്നു ചില സൂചനകൾ വന്നപ്പോൾ തന്നെ ചാടി വീണു. ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞു. വളരെ നല്ല കൃത്യം, ക്രിസ്റ്റൽ ക്ലീൻ ചിറ്റാണ്, മെടുക്കാനാണെന്ന്. മാത്രമല്ല, നമുക്ക് കൃത്യമായി കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അടിസ്ഥാനപരമായി ഇവര് സന്ദീപ് വാര്യരെ കൊണ്ടുവരാനുള്ള എല്ലാ പ്ലാനിലും ഉറപ്പാണല്ലോ. മുഖ്യമന്ത്രിയുടെ ഒരു യെസ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നെ. പക്ഷെ അപ്പോൾ കൃത്യമായി കോൺഗ്രസ്സുകാർ ഇടപെട്ടു കോയമ്പത്തൂരിൽ ചെന്ന് ചർച്ച നടത്തിയത് കൊണ്ട് മാത്രമാണ് സന്ദീപ് ഇപ്പോൾ കോൺഗ്രസിലിരിക്കുന്നത്. ഇല്ലാത്തൊരു പക്ഷത്തിൽ ഒരു പക്ഷേ സന്ദീപ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തേക്ക് മാറിയിരുന്നെങ്കിൽ എന്താകുമായിരുന്ന സ്ഥിതി? ഇന്നിപ്പോ സന്ദീപിന്റെ പഴയ പോസ്റ്റുകളൊക്കെ മാറി മതവാദിയായിരുന്നാൽ മതേതരവാദിയായി ഞങ്ങളുടെ കൂടെ ചേർന്നപ്പോൾ പഴയ തെറ്റുകളൊക്കെ അദ്ദേഹം തള്ളിക്കളഞ്ഞിരിക്കുന്നു. അദ്ദേഹം പുതിയ നിലപാടുകളുടെ വക്താവാക്കി മാറ്റിയാണ്. പക്ഷെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സന്ദീപ് പലപ്പോഴായി പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ വെച്ചിട്ടാണ്. സന്ദീപ് നിഷേധിച്ചിട്ടുള്ള കാര്യം അല്ലല്ലോ, ഇത് രഹസ്യമുള്ള ഒരു കാര്യമല്ല. സന്ദീപ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അന്ന് BJP ഉണ്ടായിരുന്ന സമയത്ത് BJPയുടെ ഒരു വക്താവ് എന്നുള്ള നിലയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാനുള്ളത് സരിന്റെ കാര്യം കൊണ്ടൊന്നും കൊടുക്കാമല്ലോ. സരിൻ കോൺഗ്രസ് എന്ത് അർഹതയുണ്ടെന്നുള്ളതാണ് ഇത് പറയാൻ. കാര്യം സരിൻ ഈ മുഖ്യമന്ത്രിയെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഇത്ര കടന്ന് ഒരു എന്താ പറയാ മതവാദപരമായിട്ടുള്ള സമീപനങ്ങളിലേക്ക് പോയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിലനിൽക്കുന്ന മുന്നണി നാളെ എവിടെ പോകും സരിൻ എന്ന് എനിക്കറിയില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോൽക്കുന്നതോടുകൂടി നിഷ്പ്രഭമാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നിരുന്നാൽ പോലും സരിനെ സംബന്ധിച്ചിടത്തോളം സരിൻ അതിന് തൊട്ട് മുൻപ്
CPM-ലേക്ക് കാലെടുത്ത് വരുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇടതുപക്ഷത്തെ എതിർത്തുകൊണ്ടും അത് ഏറ്റവും മോശമായ ഭാഷയിൽ തന്നെ എന്ന് പറയാൻ പറ്റുള്ളൂ. ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാൾക്ക് സന്ദീപ് വാര്യരെ കുറിച്ച് പറയാൻ എന്താണ് ധാർമ്മികപരമായ അവകാശമുള്ളതെന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ധാർമ്മികതയൊക്കെ പോയി കേട്ടോ, ധാർമ്മികത ഒന്നും ഇല്ല ഇനി. അതൊക്കെ പണ്ടാ CPM. ഇപ്പൊ CPM-നെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അധികാരം തത്വത്തെ നിലനിർത്തിക്കൊണ്ട് പോകണം, അത്രയേ ഉള്ളൂ. പാലക്കാട് അവരെ സംബന്ധിച്ച് 19 ആയിരിക്കും. 18 കഴിഞ്ഞിട്ട് 19 പൂഴിക്കടനൊക്കെ അങ്ങാണ്ടാണ് പറയണം, കണ്ണിൽ മണ്ണുവാരിടുന്ന പരിപാടി. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ കണ്ണിൽ മണ്ണുവാരിടാനുള്ള ശ്രമമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇവരെപ്പോഴും ഇവർ വിചാരിക്കാത്തൊരു കാര്യം, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിവരമുണ്ട് എന്നുള്ള കാര്യം ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. ഈ ഹോള് മുഴുവൻ വിളിച്ച് പറഞ്ഞു. അതായത് ഈ സിറാജ് പത്രത്തിൽ അല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെന്റുമായി ചേർന്ന് നിൽക്കുന്ന പത്രത്തിലേക്ക് ഇത് വരുമ്പോൾ ഇവരുടെ വിചാരം എന്താണ്? മുസ്ലിം മാനേജ്മെന്റ് പത്രം മാത്രമേ വായിക്കുള്ളെന്ന്. അവരങ്ങനെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട്. അവരടിസ്ഥാനപരമായി എന്താ വിചാരിച്ചിരിക്കുന്നത്? മുസ്ലിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിങ്ങളല്ല പൊട്ടന്മാരാണോ എന്ന രീതിയിലേക്ക് അവരെ കൂടെ കളിയാക്കുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് വളരെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, CPM-നെ സംബന്ധിച്ച് മറ്റു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് സൈദ്ധാന്തിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നാണ് വെപ്പ്. പല സിദ്ധാന്തമൊക്കെ ഉണ്ട്. ഇപ്പം വെപ്പ് മാത്രമായി അവസാനിച്ചു. കാരണം പണ്ട് ഇതുപോലെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അതെല്ലാം സൈദ്ധാന്തികന്മാർ ഇടപെടും. സൈദ്ധാന്തികന്മാരവിടെ ഇല്ല എന്നുള്ള കാര്യം. ഇനി ഉള്ള സൈദ്ധാന്തികന്മാർ ഗോവിന്ദ മാഷ്, MA ബേബി, P രാജീവാണ്. സൈദ്ധാന്തിക ഭാഷയെ സംസാരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. പക്ഷേ പണ്ടുണ്ടായിരുന്ന സൈദ്ധാന്തികന്മാർ, ഇപ്പോൾ EMS ഉൾപ്പെടെയുള്ള സൈദ്ധാന്തികന്മാരെ ആളുകൾ സംസാരിക്കാൻ നമുക്ക് മനസ്സിലാകുമായിരുന്നു. അവർ വളരെ കൃത്യമാണ്, കാര്യങ്ങൾ മനസ്സിലാവും. ഇവർ പറഞ്ഞ നോക്കൊന്നും മനസ്സിലാവില്ല. ഈ ശങ്കരാടി മറ്റേ സന്ദേശ സിനിമയിൽ സുമാറുള്ള സാറായിട്ട് വരുമ്പോൾ വ്യക്തമായില്ല എന്ന് പറഞ്ഞു പറയാൻ ആർക്കും ധൈര്യവുമില്ല. പണ്ട് സൈദ്ധാന്തിക ഭാഷ പറഞ്ഞാൽ പറയാം ഇത് വ്യക്തമായില്ല എന്ന്. അവർ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇവരിങ്ങനെ ഈ വർഗീയതയുടെ പുറകെ പോകുന്നത് വളരെ അതിവിചിത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവർക്ക് 4 സീറ്റിന് വേണ്ടി ഇത് പലപ്പോഴും നേരത്തെ അവർക്കൊരു പരാജയ ഭീതി ഉണ്ട്. കാര്യം ഇത്രയും അധികം ജനങ്ങൾ എന്തായാലും അനലൈസ് ചെയ്ത്, അതായത് ഈ ഘട്ടം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിധി എഴുതാൻ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടാണ്. അതായത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെയില്ല. നമ്മൾ അടികൾ കണ്ടിട്ടുണ്ട്, കുട്ടിക്കലാശത്തിൽ വഴക്കുകൾ കണ്ടിട്ടുണ്ട്, ബഹളങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുൻപേ വന്നൊരു സാധനമാണ് സ്ക്രീൻഷോട്ട് വിവാദം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കാഫിർ വാദം ഉണ്ടാക്കിയതാണ് സ്ക്രീൻഷോട്ട് വാദം. അന്ന് പക്ഷെ എന്ത് സംഭവിച്ചു? തിരിച്ചടിയായല്ലോ. അവസാനം കണ്ടം വഴി ഓടി ചെയ്തവരെല്ലാം ഓടേണ്ടത്. പാവം ശൈല ടീച്ചർ അവിടെ കുടുങ്ങി. അതാണ് ശൈല ടീച്ചർ അന്ന് എനിക്ക് ഓർക്കുന്നില്ല, അന്ന് ചുമലക്കൊടി മാറി പച്ചക്കൊടി ആക്കിയത് ഉൾപ്പെടെയുള്ള രീതിയിൽ. അതായത് എങ്ങനെയാണ് ഒരു മതേതര രാഷ്ട്രത്തിൽ വോട്ട് പിടിക്കേണ്ടത് എന്നതിന്റെ നേരെ വിപരീതപരമായിട്ടാണ് ഇവരെല്ലാ ഘട്ടത്തിലും. എനിക്ക് തോന്നുന്നത് ഒരിക്കൽ പോലും മുസ്ലിം ലീഗ് പോലും ഈ തരത്തിലേക്ക് അധപ്പതിക്കാറില്ല. ഒരിക്കലും ഇല്ല. അല്ല, ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കാലത്ത് CPM പുലർത്തിയിരുന്ന ധാർമ്മിക നിലവാരം അവർക്ക് തീർത്തും ഇല്ലാതായി. നമുക്കിത് മതി എന്നുള്ള ചിന്ത വന്നു. പണ്ട് PA ജോസഫ് UDF വിട്ട കാലത്ത് അദ്ദേഹം എങ്ങും ചേരാൻ നിൽക്കുകയായിരുന്നു. അപ്പം അന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ഇടതു മുന്നിൽ ചേർക്കുന്ന കാര്യം വന്നപ്പോൾ അന്ന് EMS പറഞ്ഞു പള്ളിയും പട്ടക്കാരനെയും തള്ളി പറഞ്ഞിട്ട് വന്നാൽ ജോസഫിനെ എടുക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ജോസഫ് പള്ളിയും പട്ടക്കാരനെയും തള്ളി പറഞ്ഞതുമില്ല. അവസാനം PA ജോസഫ് 96-ലെ 2006-ലെ 4 മന്ത്രിസഭയിൽ 2006-ലെ VS മന്ത്രിസഭയിൽ അംഗമായി മാറി. അപ്പോൾ ഇതൊക്കെ വളരെ അത്ഭുതകരമാണ്. മാത്രമല്ല ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ ചങ്ങാത്തം വേണമെന്ന് പണ്ട് MV രാമൻ പറഞ്ഞതാണ് ബദൽ രേഖ. അതാണ്. മാത്രമല്ല ഇവര് അപ്പോൾ കൃത്യമായ ഒരു മതാടിസ്ഥാനത്തിൽ ഒരു എൻ ബ്ലോക്ക് ഉണ്ടെന്ന് തന്നെയല്ലേ ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അല്ല, അതിന് ഈ നമ്മുടെ നാട്ടിലെ പരമാവധി ന്യൂനപക്ഷ വോട്ടുകൾ സംഘടിപ്പിക്കുക, ന്യൂനപക്ഷങ്ങൾ കൈവിട്ടു എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മനസ്സിലായിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാന്ന് അതിനുവേണ്ടി ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് കൈവിടുക? അതായത് എപ്പോഴും ശ്രദ്ധിക്കണം, രാഷ്ട്രീയത്തിൽ ഒരു പരിധിക്കപ്പുറം കുമ്പിട്ട് കഴിഞ്ഞാൽ, ഒരു പരിധിക്കപ്പുറം നിലവാര തകർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ ആർക്കു വേണ്ടിയാണോ സംസാരിക്കുന്നത് അവർക്ക് പോലും വേണ്ടാത്ത അവസ്ഥയിലേക്ക് ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന CPM-നെ സംബന്ധിച്ച്. മാത്രമല്ല അവർ ഇടയ്ക്ക് കുറച്ച് മറ്റേ മലപ്പുറത്തെ പരാമർശ വിവാദങ്ങളൊക്കെ മുഖ്യമന്ത്രി പാണക്കാട് തങ്ങളെ കുറിച്ച് അത് ലീഗ് വലിയ രീതിയിൽ അത് പ്രശ്നമാക്കി. സന്ദീപ് വാര്യർ വന്നതോടുകൂടി മാത്രമല്ല സന്ദീപ് കൃത്യം 2-ാം ദിവസം പോയത് പാണക്കാടേക്കാണ്. പാണക്കാടേക്ക് പോയി കൈ കോർത്ത് സംസാരിച്ച് വളരെ വ്യക്തമായി ലീഗ് ഇയാളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഇനി എന്ത് ചെയ്യും സരിൻ, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും CPM എന്ന അവസ്ഥയിലേക്ക് വന്നു. പാവക്കറകളൊക്കെ കഴുകിക്കളഞ്ഞ് പോയി ജ്ഞാനസ്നാനം ചെയ്ത പോലെയായിരുന്നു. അല്ല, ഈ
മുഖ്യമന്ത്രി പറഞ്ഞത് ലീഗ് നേതാവ് പാണക്കാട് തങ്ങളെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമി നേതാവിനെ പോലെ പെരുമാറുന്നു എന്നൊക്കെയാണ്. അത് കുറച്ച് കടന്ന കൈയാണ്. കാരണം ഒരിക്കലും പാണക്കാട് കുടുംബത്തെക്കുറിച്ച് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ പണ്ട് ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായതുപോലെയുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരുന്നത് പാണക്കാട് കുടുംബത്തിൻ്റെ, അന്ന് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്താണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ കർശനമായ ഇടപെടൽ തന്നെയാണ് അന്ന് കേരളത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ പോയത്. അല്ലെങ്കിൽ എപ്പോഴും അവരങ്ങനെ സ്ഫുരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി സിവിൽ ബോധത്തോടു കൂടി നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അവരെ ഒന്നും അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നും അല്ല. മുഖ്യമന്ത്രി വിചാരിച്ചാൽ എന്താ ന്യൂനപക്ഷങ്ങൾ ഞങ്ങളെ കഴിഞ്ഞ ഇലക്ഷന് കൈവിട്ടു, എന്നാൽ ഇനി ബാക്കിയുള്ളവർ ഞങ്ങളെ ഇവിടെ വരട്ടെ എന്ന് ധാരണയാകാം. മാത്രമല്ല ഒരു ഇച്ചിരി വിഭിന്നതകളും എല്ലാം ഉണ്ടല്ലോ. അതിനെയും കൂടി മുതലെടുക്കുക എന്നുള്ളൊരു യുക്തി ആയിരിക്കാം പ്രയോഗിച്ചത്. പക്ഷെ അതൊരു അയുക്തി അല്ലേ. അടിസ്ഥാനപരമായി ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഉണ്ടായത്. മാത്രമല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് ഘട്ടത്തിൽ പോലും ഇതൊരു മതേതര രാഷ്ട്രമാണെന്നുള്ള സങ്കല്പത്തെ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് അവരെ സംബന്ധിച്ചോളം, ആരെ സംബന്ധിച്ചോളം നിങ്ങൾ മതേതരത്വത്തെ ഏത് സമയത്താണ് എടുത്ത് മാറ്റി വെക്കുന്നത്. വേറൊരർത്ഥത്തിൽ നോക്കൂ, ഇപ്പൊ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ആൾ, അയാൾക്ക് ഇഷ്ടമല്ലാത്തൊരു രാഷ്ട്രീയം, നമ്മൾ അദ്ദേഹത്തിന്റെ ധാർമ്മികത അത് എന്ത് മാറ്റി വെച്ചാലും അയാൾക്ക് ഇതിനുള്ള വ്യക്തി എന്നതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യം അനുവദിക്കുന്നുണ്ടല്ലോ. പ്രവർത്തിക്കാലോ, അയാൾക്ക് തിരിച്ചും വേണേ പോകാം അല്ലേ. അപ്പൊ അത് പോയാലും ഇത് വന്നാലും എന്താണ് CPM-കാര് പോകാത്തവരാണ് അല്ലേ. CPM-കാർ എന്താ പോവുകയും വരികയും ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അങ്ങോട്ട് ചെന്നാൽ വെരി ഗുഡ്, മഹാനാണ്, അവൻ തിരുത്തി വന്നു കഴിഞ്ഞു. അത് കൂട്ടത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ അവൻ മോശക്കാരൻ. MP രാജേഷ് പറഞ്ഞ ഡയലോഗ് ഞങ്ങൾ എല്ലാ പത്രത്തിലും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറി പറഞ്ഞതിന്റെ കണ്ടന്റ് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്, എവിടെ കൊടുക്കണം, അതിന്റെ കണ്ടന്റ് എന്താക്കണം ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. പക്ഷേ ഏത് പത്രത്തിലും നമ്മൾ കണ്ടില്ല. എന്തായാലും നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയ പത്രത്തിലില്ല, പാലക്കാട് എഡിഷനിൽ തന്നെ വന്നിട്ടുള്ളൂ. പക്ഷേ എല്ലാത്തിലും വന്ന വാർത്ത അനുസരിച്ച് നമ്മൾ വാർത്തകൾ വിശ്വസിക്കുമ്പോൾ ഈ 2 പത്രങ്ങളെ വന്നിട്ടുള്ളൂ പാലക്കാട്. അപ്പോൾ അത് വ്യക്തമായി മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമാക്കി ചെയ്തതാണ്. പക്ഷെ ലക്ഷ്യമൊന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തില്ല. കാരണം ജനങ്ങൾ എത്ര മണ്ടന്മാരൊന്നുമല്ല. അവർ കൃത്യമായി രാഷ്ട്രീയം നോക്കി കുറച്ചുകൂടി വ്യക്തമായ ചിത്രം എന്തായാലും 23-ന് തെളിയും. അപ്പോൾ നമുക്ക് തന്നെ ബോധ്യപ്പെടും ഇതെങ്ങോട്ടാണ് ഈ പാർലമെന്റ് ഇലക്ഷൻ കാഫിർ ഷോട്ടിന്റെ പേരിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് സംഭവിച്ചു? അവരുള്ള പോക്കറ്റുകൾ എന്തിന് കണ്ണൂരിലെ ശക്തി കേന്ദ്രങ്ങളിൽ സുധാകരൻ ലീഡ് ചെയ്തില്ലേ അവിടെ? അപ്പോൾ അതിലൂടെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഇതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ യേശുവില്ല. ഈ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും വർഗീയത അംഗീകരിക്കില്ല. ഒരു പരിധിക്കപ്പുറം നിങ്ങൾ വർഗീയപരമായി സമീപനമായിട്ട് പോയാൽ പോലും അതൊന്നും ഫലവത്താവില്ല എന്ന് തന്നെയാണ്. ഉത്തരേന്ത്യ അല്ല ദക്ഷിണേന്ത്യ, അത് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കേരളം. കനൽ ഒരു തരിയും കൂടി ഉള്ളൂ. ഇനിയെങ്കിലും അത് ഉത്തരവാദിത്ത ബോധത്തോടെ മനസ്സിലാക്കിയില്ലെങ്കിൽ അതെന്തായാലും കനൽ കൂടി കെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തും. സരിൻ്റെത് വളരെ തരം താഴ്ന്ന കാര്യം. സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ CPM-നെ സംബന്ധിച്ചോളം പണി പാളിയ അവസ്ഥയിലാണുള്ളത്. അവർ അടിസ്ഥാനപരമായി അവർ പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനെതിരായ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്തിനാണ് സരിനെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് ചോദിച്ചത്, അവരെന്തിനാണ് ആക്കിയത്? മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയാണ്. പാലക്കാട്ട് CPM-ൽ സ്ഥാനാർത്ഥിയാകാനാണ് ആൾ വന്നത്. ഇഷ്ടംപോലെ ആളുണ്ട്, പ്രധാനപ്പെട്ട എത്രയോ പേരുണ്ട് അവിടെ. അവരാരും സ്ഥാനാർത്ഥിയാക്കാതെ നേരിട്ട് ഈ കോൺഗ്രസ്, ഇന്നലെ വരെ കോൺഗ്രസിൽ CPM-നെ ചീത്ത വെച്ചുകൊണ്ടുന്ന ഒരാളിനെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു. പിന്നീട് അതങ്ങ് ആഘോഷമാക്കുന്നു. പിന്നെ സരനാണെങ്കിൽ ആകെ പിടിവിട്ട നിലയിലാണ്. പുള്ളി എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് അദ്ദേഹത്തിന് അറിഞ്ഞാത്ത അവസ്ഥയിലാണ്. പുള്ളി എന്തൊക്കെയോ പറയുന്നു. ഇദ്ദേഹം പറയുന്നത് പാർട്ടി തിരുത്തുന്നു. കാരണം ഈ കോൺഗ്രസ് അതെ, ഈ കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയിൽ നിന്ന് CPM-ൽ ചെന്ന പലരും അനുഭവിച്ചിട്ടുള്ളതാണത്. കാരണം ഇവിടെ ആർക്കും ചീത്ത വിളിക്കുക എന്ന് പറയാം. അവിടെ ചെന്ന് അങ്ങനെയല്ല, അവിടെ ഒരുപാട് വ്യവസ്ഥകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് സരന് സ്ഥലം മാറിപ്പോയി. അദ്ദേഹം പുള്ളിക്ക് തന്നെ ഒരു പിടിയില്ല. ആണെങ്കിൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നു. അവിടെ അദ്ദേഹം പത്രങ്ങൾക്ക് നേരെ പൊട്ടിത്തെറിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ പക്വതയോടെ പെരുമാറി. അവർ വളരെ അദ്ദേഹം സമാധാനിക്കാനൊക്കെ പറഞ്ഞു. അവർ നന്നായി പെരുമാറി. പക്ഷേ ഇദ്ദേഹം എന്തായാലും മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തൊരു വിഷയം കൂടെയാണ്. അവിടെ ഇപ്പോൾ സന്ദീപ് വാര്യർ ശരിക്കും കോൺഗ്രസിനോടൊപ്പം ചേരുമ്പോൾ അവിടെ BJP ഭാഗത്ത് വലിയ യൂണിഫിക്കേഷൻ നടന്നു കഴിഞ്ഞു. ഒരു പക്ഷേ ശ്രീകൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാവുന്നോ ജയിക്കുന്നതോ താല്പര്യമില്ലാതിരുന്ന ഒരു വലിയ വിഭാഗം BJP-ക്കാർ പോലും ഇപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതിന്റെ കാരണം കുറച്ച് പേര് BJP പാളയത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് ചാടണല്ലോ. ഇതൊക്കെ വാർത്തകളാകാം. കാരണം ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇത് ഒരുപക്ഷെ RSS ഏറ്റെടുത്ത് കാണും. ഇത് ജയിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് അവർ കർശന നിലപാടിലേക്ക് പോയി അവരിടപെട്ട് കാണും. അതുകൂടാതെ തന്നെ ഈ ഒരു BJP പ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരി ഒരു RSS പ്രവർത്തകനായിരുന്നു. അതാണ്. അപ്പോൾ സന്ദീപ് വാര്യർക്ക് കാണിച്ച ഒരു അബദ്ധം നമ്മൾ ഇന്നലെ അക്കാര്യമൊക്കെ പറഞ്ഞതാണത്. നരേന്ദ്രമോദിയെ പരസ്യം വിമർശിച്ചു. അദ്ദേഹത്തിന് വേണമെങ്കിൽ കെ സുരേന്ദ്രനെയൊക്കെ വിമർശിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നരേന്ദ്രമോദി വിമർശിച്ചപ്പോൾ അതിൻ്റെ അവസ്ഥ മാറി. അതൊരു ലെവല് മാറി. അപ്പോൾ അവിടെ പെട്ടെന്നൊരു യൂണിഫിക്കേഷൻ എല്ലാവരും. ഇപ്പോൾ സുരേന്ദ്രനുണ്ട്, എല്ലാവരും അവിടെ ഒരുമിച്ച് നിൽക്കുകയും
അവർ അതിശക്തമായ തോതിൽ പ്രചരണം നടത്തുകയൊക്കെ തന്നെ ചെയ്തു. നമ്മൾ മൊത്തത്തിൽ കണക്കൂട്ടി നോക്കുമ്പോൾ ഈ നമ്മുടെ പക്ഷെ ഇതെല്ലാം മാങ്കൂട്ടത്തിന് തന്നെയാണ് സാധ്യത. പ്രയോജനപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അത് ആത്യന്തികമായി രാഹുൽ മാങ്കൂട്ടത്തിനാണ് ജയിക്കുമെങ്കിൽ പോലും അതിൻ്റെ ഒരുപക്ഷെ ഭൂരിപക്ഷത്തിൽ പോലും കുറവുണ്ടാവും നമ്മൾ സംശയിക്കുന്നു. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ആ വിഷയം. കാരണം ഈ BJP പെട്ടെന്ന് ആ ഭാഗത്തുണ്ട് ഒരു യൂണിഫിക്കേഷൻ. പക്ഷെ ജയസാധ്യത ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ജയിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഭൂരിപക്ഷം എത്രയാണ്? ഭൂരിപക്ഷത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ വന്നിരിക്കുന്നത്. മാത്രമല്ല ചേലക്കരയിലും ഈ 3 സീറ്റ് വയനാട് മാറ്റി എന്തായാലും ജയിക്കും. ഈ 2 സീറ്റിലും UDF ജയിക്കുകയാണെങ്കിൽ, LDF അതാ പരാജയപ്പെടുകയാണെങ്കിൽ ഇതിൽ വലിയ സൂചികയാണ് അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ച് എന്ത് വില കൊടുത്തും ഇത് ഒരു സീറ്റെങ്കിലും അവർ നേടിയേ പറ്റൂ. ചേലക്കര അവർക്ക് ഇപ്പോൾ സംശയം തോന്നുന്നു ജയിക്കുമോ എന്ന്. കാരണം അത്ര കോൺഗ്രസ് അവിടെ അതിശക്തമായ രീതിയിൽ പ്രചരണ പരിപാടിയിലൊക്കെ വളരെ മിതമായി, വളരെ എന്താ പറയാ, വാവിട്ട വർത്തമാനങ്ങളൊന്നും പറയാതെ വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറ്റിപ്പോയ തെറ്റുകളൊക്കെ തിരുത്തി രമ്യ വളരെ വളരെ എന്താ പറയാ, യാതൊരു യാന്ത്രികതയൊന്നുമില്ലാതെ വളരെ സ്വാഭാവികമായി നാട്ടുകാരിൽ ഒരാളായി തന്നെ നിന്നുകൊണ്ടാണ് വന്നത്. സ്വാഭാവികമായിട്ടും ആ പ്രചരണ ആദ്യഘട്ടത്തിൽ രമ്യയ്ക്ക് ഒരു ചാൻസ് പോലും ഇല്ലാത്തടത്തു നിന്നും രമ്യയെ ജയിക്കൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി മറിഞ്ഞു. രമ്യ എന്നുള്ള നേതാവിന്റെ ക്വാളിറ്റി. അത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഒരുപക്ഷെ ആദ്യം ഇതൊരു രാഷ്ട്രീയ പോരാട്ടം എന്ന് കരുതിയിരുന്ന മണ്ഡലം ചേലക്കര തന്നെയാണ്. കാരണം അവർ വിചാരിച്ചത് പാലക്കാട് എന്തായാലും ജയിക്കും, വയനാടും ജയിക്കും. ചേലക്കരയിലാണ് ശരിക്കും വലിയ ഭൂരിപക്ഷത്തിൽ രാധാകൃഷ്ണനും UR പ്രദീപ് നേരത്തെ ജയിച്ച മണ്ഡലങ്ങളാണ്. അപ്പോൾ അത് മണ്ഡലമാണ്. അതുകൊണ്ട് അത് തിരിച്ച് പിടിക്കാൻ അത്ര എളുപ്പമല്ല എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അവർ ഒരു 3 മാസം മുമ്പ് തന്നെ അങ്ങോട്ട് ആളിനെ അയച്ചു. ഇപ്പം KPCCയുടെ വൈസ് പ്രസിഡന്റായ മുൻ MLA VP സജീന്ദ്രനെയാണ് ചുമതല ഏൽപ്പിച്ചത്. അദ്ദേഹം വളരെ വളരെ പ്രായോഗിക ബുദ്ധിയോട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം 3 മാസം മുമ്പ് അവിടെ ചെന്ന് മുഴുവൻ ബൂത്തിലും പോയി. അത് അപൂർവമാണ്. ഒരു മുഴുവൻ ബൂത്തിലും ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായി. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ചേലക്കര എന്ന് പറയുന്നത് CPM-ന് കുത്തമണ്ഡലമൊന്നും അല്ല, ഇത് കോൺഗ്രസിന്റെ മണ്ഡലമായിരുന്നു. ഇപ്പൊ KK ബാലകൃഷ്ണൻ, പിന്നെ ഡോക്ടർ MA കുട്ടപ്പൻ, ഇവരൊക്കെ അവിടെ MLA-മാരായിരുന്നവരാണ്. MP താമി, ഇവരൊക്കെ MLA-മാരായിരുന്നവരാണ്. അവിടെ 96-ൽ അന്ന് ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് നടന്ന ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചില കോൺഗ്രസിനകത്ത് അറിയാമല്ലോ ചില ഇഷ്യൂസിന്റെ പേരിൽ അന്ന് രാധാകൃഷ്ണൻ ജയിച്ചു. പക്ഷെ രാധാകൃഷ്ണൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ പറ്റി, രാധാകൃഷ്ണൻ മന്ത്രിയായപ്പോൾ അദ്ദേഹം നല്ലൊരു മന്ത്രിയാണെന്ന്, ഒരു യോഗ്യനാണെന്ന് തെളിയിച്ചു. പിന്നീട് അദ്ദേഹം സ്പീക്കറാവുന്നു, MLA. അപ്പം രാധാകൃഷ്ണൻ്റെ കൂടെ ഒരു വ്യക്തിപ്രഭാവത്തിൽ ഈ മണ്ഡലം അങ്ങ് പോയതാണ്. കോൺഗ്രസ് ഒന്ന് ആഞ്ഞു പിടിച്ചവർക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. കോൺഗ്രസ്സുകാർ അവരെ സ്ഥിരം പഴയ കലാപരിപാടികൾ ഇവിടെ നടത്തില്ല എന്ന് ഇപ്പോൾ എന്തായാലും ഉറപ്പാണ്. കാരണം അവരെ സംബന്ധിച്ചും ഇതൊരു ചൂണ്ടുവലകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെങ്കിലും കൂടി ഇനിയും കൂടെ അധികാരം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം കേരളത്തിൽ കട്ടത്തിലാവും. തീർച്ചയായിട്ടും. എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇത് സരിന് പ്രത്യക്ഷത്തിൽ യാതൊരുവിധ ഗുണവും ചെയ്യില്ല. മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹം, അതായത് ഒരാളല്ലല്ലോ ഇത് കാണുന്നത്. ഇത് കാണുന്നത് പാലക്കാട്ടെ എന്താ പറയുക പ്രാദേശിക എഡിഷനിലാണെങ്കിൽ പോലും ഇത് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ കേരളമാണ്. ഏത് തരത്തിലേക്ക് ഇടതുപക്ഷം എന്ന് പറയുന്ന സംഘടന അവർ അധപ്പതിച്ചിരിക്കുന്നു, അവർ കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത്. കാര്യം അവർക്ക് ഒരു വ്യക്തി അധിക്ഷേപങ്ങൾ എന്ന് പറയുന്ന ഒരിക്കലും നല്ല രീതിയൊന്നുമില്ല. വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ആളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് അധപ്പതിക്കുക എന്ന് പറയുന്നത്, അത് ഒരു പത്രത്തെ ഉപയോഗിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് CPM എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യും. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് പോകും. അതിനു മുമ്പെങ്കിലും ഇവർക്ക് തിരുത്താൻ സാധിച്ചാൽ അത് നന്നാവും. എന്തായാലും ഇനി പാലക്കാട് ഇവർ തോറ്റു പോയാൽ തന്നെ ഇവർ ഇതെല്ലാം വിമർശനാത്മകമായി പരിശോധിക്കുകയും വേണം. പരിശോധിക്കുമല്ലോ. ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലേ, ഇപ്പൊ പരിശോധിക്കുന്നേ ഉള്ളൂ. പണ്ടങ്ങനല്ല, പരിശോധിക്കാൻ നടപടി ഉണ്ടാവുക ചെയ്യുമായിരുന്നു. ഇപ്പൊ നടപടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി കഴിഞ്ഞു. മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു പോകുന്ന ഒരു പാർട്ടി സെക്രട്ടറി. പണ്ടൊക്കെ ആണെങ്കിൽ ചേട്ടാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന കുറെ നേതാക്കന്മാരെങ്കിലും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എന്തായാലും കണ്ണടച്ച് അതിനൊപ്പം നിൽക്കുക. എന്താ പറയുക, നമ്മൾ ഓർത്തില്ലേ, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാലും ചാടിക്കളിക്കുന്ന രീതിയിലേക്ക് പോകുമായിരുന്നു. മാത്രമല്ല ഇവരുടെ ഈ നിലപാടില്ലായ്മ, ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തെങ്കിൽ ഞങ്ങൾ മരതകമായി കൊണ്ട് നടന്നേനെ എന്നുള്ള അവരുടെ ബോധ്യത്തിൽ നിന്നും ഇന്നൊരാൾ അവർക്ക് നികൃഷ്ടനും ഈ പറഞ്ഞ അയിത്തം കൽപ്പിക്കുന്ന രീതിയിലേക്ക് അങ്ങനെയുള്ള വളരെ വലിയ വൃത്തികെട്ട പരാമർശം ഇപ്പൊ BJPക്ക് പറയാം. BJPക്ക് പറയാൻ അവരെ ഉപേക്ഷിച്ച് പോയ ഒരാളെന്നതിൽ BJPക്ക് പറയാം. പക്ഷെ മറ്റേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പറയുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. കാര്യം അവര് ആദ്യഘട്ടം മുതൽ തന്നെ സ്വീകരിക്കാൻ 2 കൈ നീട്ടിയിരിക്കുന്ന ആളുകളായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇത് ശരിയായ നടപടിയല്ല. എനിക്ക് നമുക്ക് മണിപ്പൂരിനെ കുറിച്ച് കുറച്ച് സംസാരിക്കേണ്ടതുണ്ട്. മണിപ്പൂരിനെ കുറിച്ച് ഒന്ന് സംസാരിച്ച് പരാമർശമൊക്കെ പോകേണ്ടതുണ്ട്. കാരണം മണിപ്പൂരിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതി വളരെ ഭയാനകമാണ്. അത് നമുക്കത്
ഇത് അടിയന്തരമായി കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് അവിടുത്തെ സർക്കാരിന് തൽക്കാലം ഒന്ന് പിരിച്ചുവിട്ടിട്ട് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി സൈന്യത്തിന് അല്ല സൈന്യത്തിന് അവിടെ ഇറക്കി ഒരു കേന്ദ്ര ഭരണമാകുമ്പോൾ അവിടെ പ്രസിഡന്റ് ഭരണമാകുമ്പോൾ അങ്ങനെയല്ല. അത് കുറച്ച് കാര്യം ജനാധിപത്യത്തിലുള്ള നമുക്കറിയാം അവർ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അവിടുത്തെ മന്ത്രിമാരും എം എൽ എയൊക്കെ വീട് തീവയ്ക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു കേന്ദ്ര ഭരണം തന്നെ അവിടെ നേരിട്ട് ഗവർണർ നേരത്തെ അഡ്വൈസർമാർ വെച്ച് നടത്തുകയും അവിടെ സൈന്യവും മറ്റ് CRPF BSF പോലുള്ള ഫോഴ്സുകളൊക്കെ ഇറങ്ങിയാൽ അവരും ഉണ്ടായിരിക്കും. കശ്മീർ പോലെ അതായത് നമ്മൾ ഇത്രയും നാളും ഇത്രയും അസഹിഷ്ണുതയുള്ള പ്രദേശമായി കണ്ടെത്തുന്നത് കശ്മീരിനെയാണ്. കശ്മീരിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി സൈനിക നിയന്ത്രണങ്ങൾ വളരെ വിജയകരമായി നടപ്പിലാക്കി. അത് വളരെ വൃത്തിയായി ചെയ്ത് എന്ത് ചെയ്തു, സംസ്ഥാനം എന്ന പദവി കൊടുത്ത് ഇപ്പൊ അടക്കി ഒതുക്കി അവിടെ ഇരുത്തിയും ഏൽപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ് കളിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയ രീതികൾ എന്നൊക്കെ പറഞ്ഞാൽ സംസ്ഥാന പ്രത്യേക പദവി തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ അതൊന്നും ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല. സമാധാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഭീതി വ്യാപാരം നടത്തിയിരുന്ന ആളുകളെല്ലാം പറഞ്ഞത് കശ്മീരിലുള്ള ആളുകളെല്ലാം ഓടിക്കുന്നു, ബഹളം വെക്കുന്നു. എന്തായാലും അതൊന്നും അല്ല റിയാലിറ്റി മനസ്സിലായി. ഇനി നമുക്ക് ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് മണിപ്പൂരും, അതായത് നമ്മുടെ വടക്കിഴക്കൻ മേഖലയുള്ള ഇത് കൃത്യമായി അടിച്ചമർത്തി ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കാര്യം ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഇത് ഇന്നോ ഇന്നലെ ഈ രണ്ട് മെയ്തി കോക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പണ്ട് പോലെയുള്ള വർഷം അവരുള്ള കാലം മുതൽ തന്നെ ഉള്ള ഒരു പ്രശ്നമാണ്. അടിസ്ഥാനപരമായ പ്രശ്നം പരിഹരിച്ചാൽ പോലും ഈ കിടക്കുന്ന വൈരാഗ്യം എത്ര കണ്ട് നിലനിൽക്കുമോ അവർ എത്ര കണ്ട് വീണ്ടും വീണ്ടും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നല്ല മധ്യസ്ഥന്മാരെ കണ്ടുപിടിക്കാൻ നമ്മുടെ രാജ്യത്ത് ഒരു ബുദ്ധിമുട്ട് പോലെ എത്രയോ പേര് കേരളത്തിൽ നമ്മൾ ഉദാഹരണം നമ്മൾ പണ്ട് മാറാട് കലാപം നടന്നു. അന്ന് ഗാന്ധിയൻ ഗോപിനാഥ് നായർ സാറിനെ പോലെയുള്ള വളരെ എല്ലാവരും അംഗീകരിക്കുന്ന ആരെല്ലാം വന്നു, അവരൊക്കെ വന്ന് അങ്ങനെ പല ആളുകളും വന്നിട്ടൊക്കെയാണ് എനിക്ക് അഴീക്കോട് സാറൊക്കെ ഉണ്ടെന്നു. അങ്ങനെ ആരൊക്കെ വന്നാണ് ഇതിനൊരു ഒത്തുതീർപ്പ് വന്നത്. അതുപോലെ അവിടെ അതൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നല്ല മധ്യസ്ഥന്മാരെ കൊണ്ടുവരും ചർച്ച. പിന്നെ പ്രധാനമന്ത്രി വിദേശത്താണ്, അദ്ദേഹം ഉച്ചകോടിക്ക് പോയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം വന്നാൽ അടിയന്തരമായ ചെയ്യണം. പ്രധാനമന്ത്രി നേരത്തെ അവിടെ സന്ദർശിച്ചില്ല എന്നുള്ള പേരുള്ള വിമർശനം പലപ്പോഴും ഉയർന്നിരുന്നു. അത് ഒരു വശത്ത് നിൽക്കുന്നു. എങ്കിൽ പോലും പ്രധാനമന്ത്രി അത് ഇടപെട്ട് അദ്ദേഹത്തിന് ഇടപെട്ട് തീർക്കാവുന്ന ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇടപെട്ടില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും. കാര്യം സാധാരണക്കാരായ മനുഷ്യന്മാർ അവിടെ ഒരുപാട് അസ്വാരസ്യങ്ങൾ വരുന്നത്. സ്ത്രീകളും കുട്ടികളും വലിയ തോതിൽ ബലാത്സംഗത്തിന് ഇരയാവെന്ന് പറയുന്നത് അതൊരിക്കലും ഒരു രാഷ്ട്രത്തിന്റെ നോക്കുന്ന സമയത്ത് ക്രമസമാധാനം പാലിക്കപ്പെടുന്നില്ല എന്നുള്ള ചിത്രത്തിലേക്ക് തന്നെയാണ് കേൾക്കുന്നില്ല. അവരവിടുന്ന് മാറി എന്നാണ് ഇടയ്ക്ക് അവര് തെരഞ്ഞെടുപ്പിൽ നിന്നിട്ട് പോലും അവർക്ക് വലിയ രീതിയിൽ പരാജയമായിരുന്നു. അപ്പോൾ അതൊന്നും അല്ല അവിടുത്തെ പ്രശ്നങ്ങൾ. അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധികൾ എന്തൊക്കെ തന്നെയാലും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ അടിസ്ഥാനപരമായി വേണ്ടുന്നത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനേക്കാൾ ഉപരിയായി ക്രമസമാധാനം എത്രയും പെട്ടെന്ന്. കാര്യം തീവയ്പും സ്ത്രീകൾക്ക് നേരെയുള്ള കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, കൊലപാതക പരമ്പരകളൊന്നും അത് നിഷ്ഠൂരമായിട്ടുള്ള ബലാത്സംഗങ്ങളാണ്. കാലെ വെടിവെച്ചും പച്ചയ്ക്ക് തീയിട്ട് കത്തിച്ചും നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികളാണ്. ആ പ്രശ്നങ്ങൾ അടിച്ചമർത്തിയതിന് ശേഷം വീണ്ടും അതെന്ത് ഉണ്ടാവേണ്ടതുണ്ട്, പ്രശ്നത്തിന് ഒരു സമാധാനം ഉണ്ടാവേണ്ടതുണ്ട്, ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ടത്. മാത്രമല്ല ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നിടത്തൊക്കെ തന്നെ അവരെല്ലാവരും പറയുന്നത് മധ്യസ്ഥനായിട്ട് നരേന്ദ്രമോദി വന്നാൽ പ്രശ്നം പരിഹരിക്കാം എന്നാണ്. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ അത്രയും അക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊരു അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ കർശന നടപടി ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. എന്തായാലും അവരത് പരിഹരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അവിടുത്തെ ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകേണ്ടത് നമ്മുടെ സർക്കാരിന്റെ ജോലിയാണ്. ആ സംസ്ഥാന ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. ഇതൊരു വൈകാരിക പ്രശ്നം കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇടപെടണം. പക്ഷേ ഇതിനു മുമ്പ് ആണെങ്കിൽ പ്രശ്നം അവർക്ക് തീർക്കാമായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി എത്തിയിട്ട് ഇക്കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനേ കഴിയുകയുള്ളൂ. എന്തായാലും നാളത്തോടു കൂടി കേരളത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അംഗത്തിന് സമാപനം കുറിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ സത്യം പറഞ്ഞാൽ ഒരു വലിയ ഇലക്ഷൻ കഴിഞ്ഞ കേരളത്തിലെ ഇന്നോളം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ എത്രയും സംഭവ ബഹുലമായ ഒരു വേറെ നടന്നിട്ടില്ല. ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ. അതാണ് ആദ്യം എന്താണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുരളീധരന്റെ പേരാണ് അയച്ചെന്ന് ലിസ്റ്റ് പുറത്തു വരുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തു പോകുന്നു, ട്രോളി വിവാദം വരുന്നു, ആത്മകഥ വരുന്നു, പ്രിയങ്ക ഗാന്ധി ഓഫ് കോഴ്സ് വരുന്നു. പക്ഷേ പിന്നെ ശ്രീകൃഷ്ണവും എല്ലാവരുടെയും എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. സംഭവ ബഹുലമായിരുന്നു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി നടക്കുന്ന തരത്തിൽ നമ്മളെ ഏതായാലും ഇപ്പൊ നാളെ രാവിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അവരവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കട്ടെ. 23-ാം തീയതി നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടതാണ്. ആ ഒരു സംഭവമാണ്. അപ്പൊ അന്ന് നമുക്കറിയാം ഇതൊക്കെ ഈ ചെയ്തതിൻ്റെയൊക്കെ
ഫലം എങ്ങനെ ഇരുന്നു എന്നുള്ളത് നമ്മൾ 23 അടിസ്ഥാനപരമായി ജനങ്ങൾ തീരുമാനിക്കാൻ ജനങ്ങൾ പോകുന്നത്. തീരുമാനിക്കുക. അതെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഈ പലപ്പോഴും ഈ നമ്മുടെ ഈ എന്താണ് ഈ തലേദിവസം മറ്റേ കലാശക്കൊട്ടക നടത്തുന്നത് നമ്മൾ ഇത് കണ്ട ആരെങ്കിലും വോട്ട് ചെയ്യും. ഒരിക്കലും ഇത് വെറുതെ കാശ് കളയാന്നുള്ളതല്ലാതെ കലാശക്കൊട്ടക സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് അതൊക്കെ. കലാശക്കൊട്ടൊക്കെ കുറച്ച് അതെ, അതെ. ശബ്ദമലിനീകരണവും അപ്പോൾ എന്തായാലും ഇനി നാളത്തോടുകൂടി മൊത്തം കലാശക്കൊട്ടാവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം 23-ാം തീയതി വരെ എന്താണ് ഇതിൻ്റെ ഫലമെന്നുള്ളത്. അതായത് ഇത്തരത്തിലുള്ള ഈ വർഗീയത ഇളക്കി വിടുന്ന രീതിയിലുള്ള ഈ പ്രചരണങ്ങളൊക്കെ തന്നെ ഇത് ഭൂഷണമല്ല. ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് നമ്മൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം. നമസ്കാരം.